ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഒബോച്ച്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്. നമുക്കറിയാം, ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിന്റെ ശേഷം ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് ശേഷവും, എന്നാൽ ഗെയിം ഓഫ് ത്രോൺസ് തുടങ്ങുന്നതിന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പുമായിട്ട് ആണ് ഈ സീരീസിനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഹൗസ് ഓഫ് ദ ഡ്രാഗൺസും ഗെയിം ഓഫ് ത്രോൺസിനും ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് വന്നിട്ടുള്ളൂ, ഹോട്ട്സ്റ്റാറിലാണ്. അപ്പോ എന്താ കഥ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ സീരീസുകളിലെല്ലാം കൂടുതലായിട്ട് കണ്ടുവന്ന ആൾക്കാരാണ് നൈറ്റ്സ്. ഈ നൈറ്റ്സ് ആവാൻ ആഗ്രഹമുള്ള ഒരു സർ ഡങ്കൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. പുള്ളി ഓൾറെഡി ഒരു നൈറ്റിന്റെ സ്ക്വയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അങ്ങേര് ചത്തുപോയി. അപ്പോ ഈ നൈറ്റ്സ് എല്ലാരും കൂടി എന്താ പറയാ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവൻ പോവാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനവിടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അവൻ ഒരു നൈറ്റ് ആയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇവന് വേണ്ടി ആര് വൗച്ച് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സീരീസ്. അങ്ങനെ ഒരു പതുക്കെ ഒരു സ്ലോ ഫേസിലാണ് നടന്നു പോകുന്നത്. പിന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ BGM ഇല്ലേ, ഗെയിം ഓഫ് ത്രോൺസിലും ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിലും എല്ലാം കേട്ട് വഴകിയ അത് നമുക്ക് പക്ഷെ ഇത് കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴും അതേപോലെ എൻ ക്രെഡിറ്റ്സിലും ആ പാട്ടാൽ ആ BGM അല്ല, വേറെ ഒരെണ്ണമാണ്. അതൊരു സ്ലോ പേസ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവന്റ് സ്ക്വയർ ആവാൻ ആഗ്രഹമുള്ള ഒരു കൊച്ചു പയ്യനുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടമില്ലേ, ഏതാ ഗോദയില് നമ്മുടെ അക്കുസോട്ടും ഇല്ലേ, അതേപോലെയുള്ള ഒരു എഗ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു പയ്യൻ. അവൻ ഇവന്റ് സ്ക്വയർ ആയിട്ട് പിന്നെ പുള്ളിക്കും എന്താണ് ഭാവിയിൽ ഒരു നൈറ്റ് ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഈ സീരീസ് ഇനി എന്തൊക്കെയാണ് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ട്വിസ്റ്റ്, പുതിയ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് സീരീസ് കാണുമ്പോൾ. ഇവൻ ആ ഫൈറ്റിൽ അവന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ, ഇവനത് ജയിക്കുമോ, ഒരു നൈറ്റ് ആവുമോ, അങ്ങനെ കുറേ ഉണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു 5-6 സീസൺ പോകാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ്. അപ്പൊ നമ്മളൊരു ഗെയിം ഓഫ് ത്രോൺസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഫാൻ ആണെങ്കിൽ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ കാണുക, എന്നിട്ട് കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, സൈനിങ് ഓഫ്.